അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൂറത്തു മാഇദയിലെ 55-ാമത്തെ ആയത്ത് അല്ലാത്ത ആൾക്കാരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവാണ് എന്നാണ് ഇവിടെ സമസ്തയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, അതിൻ്റെ പണ്ഡിതന്മാർ എന്നറിയപ്പെടുന്ന ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ ഒരു വ്യാഖ്യാനത്തിൻ്റെ രൂപം റീല് മോഡലിൽ ചെയ്ത ഒരു സംഭവം നമുക്ക് ആദ്യം ഒന്ന് കാണാം. നല്ല പരിപാടിയാണ്. അതിനിപ്പോ എന്താ ചങ്ങായി പ്രശ്നം? ദാമോദരൻ ഡോക്ടറാണ് അതിന്റെ രോഗം മാറ്റുന്ന പറയലില്ലേ? അത് പ്രശ്നമില്ല, അത് ചുരുക്കൊന്നുമല്ലേ? അപ്പൊ അങ്ങനെ പറയല്. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല 55-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ് സ്വലാത്ത വയുഅ്തൂന സകാത്ത വഹും റാകിഊൻ. നിശ്ചയമായും അല്ലാഹു, അവന്റെ റസൂല്, അതുപോലെ നിസ്കാരവും സകാത്തൊക്കെ കൊടുക്കുന്ന മുഅ്മിനീങ്ങൾ നിങ്ങളുടെ സഹായികളാണ്. അവരെ വിളിച്ച് നിങ്ങൾക്ക് ദുആ ചെയ്യാം, അതിനൊരു പ്രശ്നമില്ല, അത് നല്ല കാര്യമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ വിളിച്ചത് ആരെ? മുഹീദ്ദീൻ ശൈഖിനെയാണ്. ആരാ മുഹീദ്ദീൻ ശൈഖ്? അല്ലാഹുവിന്റെ വലിയാണ്. ഇവിടെ ആ ആയത്തിനെ മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവാണ് എന്നും മരിച്ചുപോയ ഔലിയാക്കന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കാം എന്നുമാണ് അദ്ദേഹം അതിലൂടെ സ്ഥാപിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല, സമസ്തയിലെ പണ്ഡിതന്മാരെന്നറിയപ്പെടുന്ന ഉസ്താദുമാരൊക്കെയും അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. പൊതുസമൂഹത്തിന് അത് മനസ്സിലാക്കാൻ വേണ്ടി ചില തഫ്സീറുകൾ, അതിൻ്റെ ഉദ്ധരണികൾ ഇവിടെ ഉദ്ധരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ ഒരു ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തത്, ജൂതനായി ജീവിച്ചിരുന്ന ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ സലാം എന്നിവരെ പോലെയുള്ള സഹാബത്ത് ജൂത മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ജൂതന്മാർ, അവരുടെ കുടുംബക്കാർ പോലും വലിയ പ്രതിസന്ധിയിലേക്ക് ഇവരെ തള്ളിയിട്ടു എന്നാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഒരു വിഷയത്തിൽ പരാതി പറഞ്ഞു. അവരുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. മറ്റു ചില വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അലി റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് എന്നും അബൂബക്കർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും വസ്തുതാപരമായി കൊണ്ട് അധിക മുഫസ്സിറുകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിലാണ് ഈ ഒരു ആയത്ത് ഇറങ്ങിയത് എന്നാണ്. കാരണം നിങ്ങൾക്ക് വലിയായിക്കൊണ്ട് സ്വീകരിക്കാൻ, സഹായിയായിക്കൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്നത് അത് ജൂതന്മാരല്ല. നിങ്ങൾക്ക് ഉറ്റമിത്രമായിക്കൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്നത് ഒന്ന് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴും ഉണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തു കഴിഞ്ഞാൽ വിജയം ലഭിക്കും. അതോടൊപ്പം മുഅ്മിനീങ്ങൾ, ഇവിടെ മുഅ്മിനീങ്ങൾ ആരാണ്? അല്ലദീന യുഖീമൂന സ്വലാഹ് വയുഅ്തൂന സക്കാ വഹും റാകിഊൻ എന്ന് ആ മുഅ്മിനീങ്ങളുടെ ഗുണഗണങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞു. അങ്ങനെയുള്ള എല്ലാ ആളുകളും മുഅ്മിനീങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ള എല്ലാ മുഅ്മിനീങ്ങളും സത്യവിശ്വാസികളും മറ്റൊരു സത്യവിശ്വാസിക്ക് സഹായിയാണ് എന്ന ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അത് മരിച്ചുപോയ ഔലിയാക്കന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവാണ് എന്ന് പറയുമ്പോൾ എത്ര വലിയ അബദ്ധമാണ് ഈ ഒരു സമുദായത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും പരസ്പരം വലിയകളാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ മറ്റു പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തുകൾ കാണാത്തവരല്ലല്ലോ. ഇനി നമുക്ക് തഫ്സീറുകളൊന്ന് എടുത്തു നോക്കിയാൽ, ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറാണിത്. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ലൈസൽ യഹൂദ് ബി ഔലിയാഇക്കും. യഹൂദികൾ നിങ്ങളുടെ വലിയകളല്ല, നിങ്ങളുടെ സഹായികളല്ല. കാരണം അവരെന്താണ്? അവർ ചതിക്കും, അവർ വഞ്ചിക്കും, അവർ പറ്റിക്കും, അവർ വേദനിപ്പിക്കും. അതുകൊണ്ട് അവർ നിങ്ങളുടെ വലിയകളല്ല, നിങ്ങളുടെ സഹായികളല്ല. ഈ മറ്റു തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുനാഫിക്കുകളെ പോലും വലിയായി സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ്. മുനാഫിക്കുകൾ ശരിയായ ഇസ്ലാമിലേക്കും ദീനിലേക്കും അല്ല ക്ഷണിക്കുന്നത്. എന്നാൽ മുഅ്മിനീങ്ങൾ അവർ വിശ്വാസപരമായി കൊണ്ട് അടുത്തവരും സ്നേഹമുള്ളവരും ആ വിഷയത്തിൽ ഒരുമയുള്ളവരും അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കുന്നവരുമാണ്. അത് രക്തബന്ധമല്ലെങ്കിൽ പോലും മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ തമ്മിൽ പരസ്പരം സഹായികളാണ് എന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ബൽ വിലായത്തുക്കും റാജിഅത്തുൻ ഇലല്ലാഹി വറസൂലിഹി വൽ മുഅ്മിനീൻ.
ഈ ഒരു തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹു നിങ്ങളുടെ വലിയാണ്, സഹായിയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സഹായിയാണ്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളും വിശ്വാസികളും എന്ന് പറയുമ്പോൾ മരിച്ചുപോയ വിശ്വാസികൾ എന്നല്ല ഇവിടെ ഉദ്ദേശം. ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഈ പരാതി പറയുമ്പോൾ ആ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വലിയാണ്. അത് ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിനെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു വലിയാണ്. അള്ളാഹു സഹായിക്കും. പ്രതിസന്ധിയിൽ, പ്രയാസങ്ങളിൽ നമ്മെ സഹായിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. ഇനി തീർന്നില്ല, മുഅ്മിനീങ്ങൾ വിശ്വാസികളായ ആളുകൾ അവർ യഥാർത്ഥ ദീനിലേക്കാണ് ക്ഷണിക്കുന്നത്. ആ ദീനിൻ്റെ വിഷയത്തിൽ പരസ്പരം സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉബാദത്ത്, താങ്കൾ വിഷമിക്കണ്ട, താങ്കൾ യഹൂദികളെ, നസ്രാണികളെ ഉറ്റമിത്രമായി സ്വീകരിക്കേണ്ട. അതുകൊണ്ടാണ് ഈ തഫ്സീറിൻ്റെ തുടക്കത്തിൽ ഐ ലൈസൽ യഹൂദ് ബി ഔലിയാഇക്കും എന്ന് എടുത്തു പറയാൻ കാരണം. അല്ലാതെ യഹൂദികളായ മരിച്ചുപോയ ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മുഅ്മിനീങ്ങളായ ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാം എന്നല്ല തഫ്സീറുകളിലുള്ളത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇനി മാത്രമല്ല, ഈ മുഅ്മിനീങ്ങൾ ആരാണ് എന്ന് പറയുമ്പോൾ ആ ഒരു തഫ്സീറിൽ തന്നെ പിന്നീട് ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ല അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അവർ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? വിശ്വാസികൾ. വല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ ആരാണ്? ഖാല ഹുമുൽ മുഅ്മിനൂൻ. വിശ്വാസികളാണ്. വിശ്വാസികൾ, വിശ്വാസം സ്വീകരിച്ച ആളുകളാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ആയത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മേൽ ഇറങ്ങിയതാണ് എന്നുമൊക്കെയുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, ഇതിൻ്റെ വിശദീകരണങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇമാം റാസി റഹിമഹുല്ല പോലെയുള്ള, ഇത് ഇമാം റാസിയുടെ തഫ്സീറാണ്, ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലയുടെ തഫ്സീറാണ്. ഈ തഫ്സീറിൽ പോലും എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാ വയുഅ്തൂന സക്കാ വഹും റാക്കിഊൻ എന്ന് പറഞ്ഞ ഈ സൂറത്തു മാഇദയിലെ 55-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുകയാണ്, ഐ അൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അൽ മൗസൂഫൂന ബിസ്സിഫാത്തിൽ മദ്കൂറ, നേരത്തെ പറഞ്ഞ ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ അവർ മുഅ്മിനീങ്ങളാണ്. മുഅ്മിനീങ്ങൾ പറഞ്ഞാൽ എങ്ങനത്തെ മുഅ്മിനീങ്ങൾ എന്നുകൂടി പറയുന്നു. അൽ മൗസൂഫൂൻ നേരത്തെ പറഞ്ഞല്ലോ, മുഅ്മിനു അല്ലദീന യുഖീമൂന സ്വലാ വയുഅ്തൂന സക്കാ വഹും റാക്കിഊൻ. ഈ സിഫത്തുകളുള്ള, ഈ ഗുണഗണങ്ങളുള്ള, നിസ്കരിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, നിസ്കരിക്കുന്നവരുടെ കൂടെ ജമാഅത്തായി നിസ്കരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ എന്ന് പറയുമ്പോൾ ആ സിഫത്തുകളുള്ള എല്ലാ ആളുകളെയും ഇതിൽ ഉൾപ്പെട്ടു എന്നാണ് ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ല പഠിപ്പിക്കുന്നത്. തീർന്നില്ല, ഇവിടെ അദ്ദേഹം തന്നെ വീണ്ടും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇമാം റാസി റഹിമഹുല്ല വീണ്ടും വിശദീകരിക്കുന്നുണ്ട് ഈ ആയത്തിറങ്ങിയത് അന്നൽ മുറാദ് ആമത്തുൽ മുഅ്മിനീൻ. ഈ ആയത്തിൽ വല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ അത് ആമത്തുൽ മുഅ്മിനീൻ, എല്ലാ മുഅ്മിനീങ്ങളും. ആ മുഅ്മിനീങ്ങളിൽ ഞാനും പെട്ടു, നിങ്ങളും പെട്ടു. എല്ലാ മുഅ്മിനീങ്ങളും, വിശ്വാസമുള്ള, നിസ്കരിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, അങ്ങനെയുള്ള എല്ലാ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും ആ ആയത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെട്ടു എന്നാണ്. അല്ലാതെ മരിച്ചുപോയ ഏതെങ്കിലും ചില മഹാന്മാർ മാത്രം എന്ന ഒരു പരിധി എവിടെയും വച്ചിട്ടില്ല. ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ല പോലും ആ വിഷയം അങ്ങനെയാണ് പഠിപ്പിച്ചത്. തീർന്നില്ല, ഈ വിഷയം, ഈ ആയത്തിറങ്ങിയത് വദാലിക ലി അന്ന ഉബാദത്ത് ബിൻ സ്വാമിത്ത് ലമ്മ തബർറഅ മിനൽ യഹൂദ്, യഹൂദികളിൽ നിന്ന് പിന്മാറി ഇസ്ലാം സ്വീകരിച്ച് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് ഈ ഒരു ആയത്തിറങ്ങുന്നത് എന്നുപോലും ഈ വിഷയത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് തഫ്സീർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വസ്തുതയാണ്. നിഷ്കളങ്കമായി, നിഷ്കപടമായി പഠിക്കാൻ തയ്യാറാവുകയാണ് എങ്കിൽ. മാത്രമല്ല, ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ല അദ്ദേഹം ഇനിയും പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഫകുല്ലു മൻ കാന മുഅ്മിനൻ ഫഹുവ വലിയു കുല്ലിൽ മുഅ്മിനീൻ. അദ്ദേഹം പറയാണ്, ഫകുല്ലു മൻ കാന മുഅ്മിനൻ, ആരൊക്കെ മുഅ്മിനായിട്ടുണ്ടോ, ഫഹുവ വലിയു കുല്ലിൽ മുഅ്മിനീൻ, എല്ലാ മുഅ്മിനീങ്ങൾക്കും പരസ്പരം സഹായികളാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ആയത്ത് കൂടി തെളിവായി കൊടുക്കുന്നുണ്ട്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും പരസ്പരം ഔലിയാക്കന്മാരാണ് എന്നാണ്. ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ പരസ്പരം സഹായികളാണ് എന്നാണ്. മനസ്സിലാവുണ്ടോ?
തഫ്സീറുകൾ പഠിക്കണം, തഫ്സീറുകൾ വായിക്കണം. മാത്രമല്ല ഇനിയും ഓരോ തഫ്സീറുകൾ എടുത്തു വച്ച് പരിശോധിക്കുമ്പോൾ തഫ്സീറു ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർത്തുബി റഹ്മഹുല്ലയുടെ തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പറയുന്നു, അലിയാണോ ഈ ആയത്തിൻ്റെ ഉദ്ദേശത്തിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഫഖാല അലിയും മിനൽ മുക്മിനീൻ, അലിയും മുക്മിനീങ്ങളിൽപ്പെട്ടതാണല്ലോ. യദ്ഹബു ഇല അന്ന ഹാദാ ലിജമീഇൽ മുക്മിനീൻ, ഇത് കൊണ്ടെത്തിക്കുന്നത് എല്ലാ മുക്മിനുകളിലേക്കും എത്തിക്കുന്നു എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഔലിയാക്കന്മാരെ വിളിച്ച്, മരിച്ചുപോയ ഔലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവല്ല എന്ന് തന്നെയാണ് തഫ്സീറുകളിലെല്ലാം കാണാൻ സാധിക്കുന്നത്. ഇമാം ഖുർത്തുബി റഹ്മഹുല്ല എല്ലാ വിശ്വാസികളിലേക്കും ഈ ആയത്ത് എത്തുന്നു എന്ന് പറയുന്നുണ്ട്. പൊതുവായി എല്ലാ വിശ്വാസികളെയും ഉദ്ദേശിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. തഫ്സീർ മദാരിക്കിലും ഇപ്രകാരം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇബ്നു ജരീർ തൊബരി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറുകളിലും ഇങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എല്ലാ വിശ്വാസികളും ഈ ആയത്തിൻ്റെ പരിധിയിൽ ഉദ്ദേശിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ തഫ്സീറുകളിലും അഹ്ലുസുന്നത്തിൻ്റെ ഒരു തഫ്സീറിൽ പോലും അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. അവിടെ അല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ ജമീഉൽ മുക്മിനീൻ, എല്ലാ മുക്മിനീങ്ങളും ഉൾപ്പെട്ടു എന്ന് തന്നെയാണ് പണ്ഡിതന്മാരെല്ലാം നമുക്ക് വിശദീകരിച്ച് നൽകുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കലുകൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി മാത്രമല്ല, ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, സമസ്തയുടെ പണ്ഡിതനായി അറിയപ്പെട്ട തഫ്സീർ എഴുതിയ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷയിൽ തന്നെ അദ്ദേഹം കൊടുക്കുന്നത് KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, അദ്ദേഹം എഴുതുന്നത് എന്താണ്? അദ്ദേഹം വിശദീകരിക്കുന്നത്, ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞത്, ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായി മൈത്രിയും ഗാഢബന്ധവും ആയിക്കൂടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ സത്യവിശ്വാസികൾക്ക് ആശങ്കയുണ്ടായേക്കാം, വിശിഷ്യ ഖുർആനിൻ്റെ അവതരണ കാലത്ത്. കാരണം മക്കയിൽ മുശ്രിക്കുകളും മദീനയിൽ ജൂതന്മാരുമാണ് ഒട്ടേറെ ഉള്ളത്. രണ്ടു വിഭാഗവും സത്യദീനിൻ്റെ ബന്ധവൈരികളാണ്. എല്ലാ കാലവും മിക്ക സ്ഥലത്തും മുസ്ലിങ്ങൾ ഈ അവസ്ഥ തരണം ചെയ്യേണ്ടി വരാം. ആയതിനാൽ അവർ യഥാർത്ഥ മൈത്രി സ്ഥാപിക്കേണ്ടത് അള്ളാഹുവും റസൂലും സത്യവിശ്വാസികളായ സഹോദരങ്ങളോടുമാണ് എന്നാണ് ഇവിടുത്തെ അർത്ഥമെന്ന് അദ്ദേഹം എഴുതുന്നു. അമുസ്ലിങ്ങളുമായി നിശ്ശേഷം ബന്ധവിച്ഛേദനം നടത്തുക എന്നതല്ല ഇതിൻ്റെ ഉദ്ദേശമെന്ന് വിസ്മരിച്ചുകൂടാ. അയൽക്കാരും രക്തബന്ധുക്കളുമായ മറ്റുള്ളവരും അമുസ്ലിങ്ങളാണെങ്കിൽ പോലും അവരുമായി നല്ല നിലയിൽ അനുവർത്തിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പ്രത്യേകം സൂചിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, ഏത് കാലഘട്ടത്തിലും മുസ്ലിമീങ്ങൾ പരസ്പരം ബന്ധങ്ങൾ നിലനിർത്തുമ്പോൾ ആ കാലഘട്ടത്തിലെല്ലാം, പ്രത്യേകിച്ച് ഖുർആൻ ഇറങ്ങുന്ന ആ സാഹചര്യത്തിൽ, മക്കയിൽ മുശ്രിക്കുകൾ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളാണ്, അതുപോലെ തന്നെ മദീനയിൽ ജൂതന്മാരാണ്. അവരെ ഉറ്റമിത്രമായി കൊണ്ട് സ്വീകരിക്കാൻ പാടില്ല എന്നും വിശ്വാസികളെ ഉറ്റമിത്രമായി സ്വീകരിക്കണമെന്നുമാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശമെന്ന് അദ്ദേഹം പോലും എഴുതുന്നു. അവിടെ പോലും ഔലിയാക്കന്മാരെ, മരിച്ചുപോയ മൺമറഞ്ഞുപോയ ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാം എന്നല്ല എഴുതിയിട്ടുള്ളത്. സ്വന്തം ആളുകൾ എഴുതിയ വിശദീകരണമെങ്കിലും ഒന്ന് വായിക്കാൻ നിങ്ങൾക്ക് തയ്യാറായിക്കൂടെ? അതുകൊണ്ട് ഈ ആയത്തിന് ഇങ്ങനെയാണ് നിങ്ങൾ അർത്ഥം വയ്ക്കുന്നതെങ്കിൽ പല ആയത്തുകളും നിങ്ങൾക്കെതിരാകും. കാരണം സൂറത്തു അൽ ബക്കറ, 2-ാം അധ്യായം സൂറത്തുൽ ബക്കറ 107-ാമത്തെ ആയത്ത്, 251-ാമത്തെ ആയത്ത്, അതുപോലെ തന്നെ സൂറത്തുൽ അൻആമിൻ്റെ 51-ാമത്തെ ആയത്ത്, സൂറത്തു തൗബയുടെ 116-ാമത്തെ ആയത്ത്, ഇങ്ങനെ ഖുർആൻ ഒരു ആവർത്തി വായിച്ചു നോക്കുമ്പോൾ ഏകദേശം 19ഓളം ആയത്തുകൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. നിങ്ങൾ ഈ വ്യാഖ്യാനിച്ചതിന് വൈരുദ്ധ്യമായി പോകും. അപ്പോൾ നിങ്ങൾ വാദിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് വാദിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾക്ക് പണ്ഡിതന്മാർക്കറിയാത്ത, പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത്? നിങ്ങൾക്ക് അള്ളാഹുവിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട്, റബ്ബിലേക്കെല്ലാം തേടിക്കൊണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെ റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ എന്താണ് നഷ്ടം വരാൻ പോകുന്നത്? നിങ്ങൾക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയില്ലാത്തത് കൊണ്ടാണോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിമ വെട്ടുന്ന സമയത്ത് പോലും അള്ളാഹുവെ നീ എന്നിൽ ഭരമേൽപ്പിക്കരുതേ എന്നാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്.
വലാ തക്കിൽനി ഇലാ നഫ്സി തൊറഫത്തായിനി, കണ്ണിമ വെട്ടുന്ന സമയത്ത് പോലും റബ്ബേ നീ എൻ്റെ കാര്യം എന്നിൽ ഏൽപ്പിക്കരുത് എന്നാണ്. ആ പ്രവാചകൻ പോലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആത്മാർത്ഥമായി പറയുകയാണ്, ഈ തഫ്സീറുകളെല്ലാം നിങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കാൻ, ആത്മാർത്ഥമായി ഉൾക്കൊള്ളാൻ, ശരിയായ ദീനിനെ കൃത്യമായി പഠിക്കാൻ, അത് ഉൾക്കൊള്ളാൻ, അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഇഹപര വിജയത്തിന് കാരണമാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും എഴുതി വച്ചു പറഞ്ഞു വച്ചു എന്നതുകൊണ്ട് കാര്യമില്ല. പ്രമാണബദ്ധമായി കൊണ്ട് നിലകൊള്ളാൻ, ആ പ്രമാണത്തെ ശരിയായ രൂപത്തിൽ സ്വീകരിക്കാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.